ഇഫ ചിക്കൻ എവിടെ നോക്കിയാലും ഇൻഫ ചിക്കൻ. നമ്മുടെ ഇൻസ്റ്റ എടുത്താലും യൂട്യൂബ് എടുത്താലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയാലോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മളിതിനകത്തോട്ട് ഒരു 2 സ്പൂൺ കേർഡ്, പിന്നെ ഇതിനകത്തോട്ട് സ്ക്വീസ് ഓഫ് ലെമൺ ആൻഡ് നമ്മുടെ ആവശ്യത്തിനുള്ള സോൾട്ട്, ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമുക്കൊരു തിക്ക് ഒരു ഗ്രേവി പോലെ നമുക്ക് കിട്ടും. സോ ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മന്തിക്ക് ഉപയോഗിക്കുന്ന പീസില്ലേ, ആ പീസാട്ടോ, അല്ലെങ്കിൽ മന്തി അല്ലെങ്കിൽ അൽഫാം അതിനുപയോഗിക്കുന്നത്. സോ ഇത് നന്നായിട്ട് അതിൻ്റെ മേലൊരു പ്ലാസ്റ്റിക് പേപ്പർ ഇട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചാക്കുമ്പോൾ ഒന്നുകൂടെ പരന്ന് കിട്ടും. സോ ഈ പീസ് എടുക്കുമ്പോൾ നമുക്ക് വേഗം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ നന്നായിട്ട് മസാല പുരട്ടി അതിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി തേച്ച് നമ്മൾ വെക്കുക. ഓക്കെ, സോ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. സോ നമ്മളൊരു അരമണിക്കൂർ ഇപ്പം തലേന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. സോ നമ്മളിതാക്കി നമുക്ക് ഇനി ഇതിൻ്റെ മേളിൽ ഉപയോഗിക്കാനുള്ളൊരു വൈറ്റ് സോസ് ഉണ്ടാക്കാം. സോ മുട്ട പുഴുങ്ങിയത്, പിന്നെ ഫ്രഷ് ക്രീമും, ഗാർലിക്ക്, പാല്, പിന്നെ ചീസ്, പിന്നെ ഉപ്പ്, ഇച്ചിരി പഞ്ചസാര. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. തിക്നെസ് പോരെങ്കിൽ ഇച്ചിരി ഓയിലും കൂടി ഒഴിക്കാം. പിന്നെ എന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം അല്ലെങ്കിൽ ബട്ടർ എടുക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അസ്. അപ്പോൾ ഞാൻ അരമണിക്കൂറേ വെച്ചുള്ളൂ കേട്ടോ. സോ അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചത് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് എടുത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മുടെ തവയിലോട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലോ ഒരു മീഡിയം ഫ്ലെയിം, ഹൈ ഫ്ലെയിം വെക്കേണ്ട, ഒരു ലോ ഓർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്കാകണം. സകം നന്നായിട്ട് കുക്കാകണം, അല്ലെങ്കിൽ എന്താ പറയുക, ടേസ്റ്റ് കാണത്തില്ല. സോ നമ്മളിങ്ങനെ ഭയങ്കര ക്ഷമയോടെ ഇത് ഇത്രയും നേരം വേകുന്നിടം വരെ കാത്ത് ഇരിക്കണം. ഇനി നമുക്ക് ചെറിയ പീസിൽ ചെയ്യേണ്ടവർക്ക് ചെറിയ പീസിൽ ചെയ്യാം. സോ കുറച്ചുകൂടി ഭംഗി എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയ പീസിലായിരിക്കുമല്ലോ. സോ ഇതാണ് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തെയും ട്രെൻഡിങ്, ഖത്തറിലും സൗദിയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ. സോ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വൈറ്റ് സ്പ്രെഡ് ഉണ്ടല്ലോ. സോ വൈറ്റ് സ്പ്രെഡ് ഇതിൻ്റെ മേളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയെ. ഒരു സൈഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു 5 to 8 minutes ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അമ്മോ ഭയങ്കര മണമാണ്. പിന്നെ അത് ആ സാധനം കഴിക്കാൻ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ബ്യൂട്ടിയില്ലേ. സോ അതുകൊണ്ട് നമ്മൾ ബാക്കിയെല്ലാം നമ്മുടെ ആ തവയെല്ലാം വടിച്ചെടുത്ത് നമ്മൾ പ്ലേറ്റിനകത്താക്കിയിട്ടുണ്ട്. സോ ഇതൊന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നതേ. നോക്ക്, വെന്തതും ആ ഒരു വൈറ്റ് സോസിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുത്ത് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്ക് അമ്പോ സൊക്കം അടിപൊളി സാധനം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. സോ ഞങ്ങൾ പയ്യെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാം